ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വെറൈറ്റി വേൾഡ് ഡിസൈൻസ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ അംബ്രല ഗൗണ് കട്ട് ചെയ്യുന്ന വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതിനുവേണ്ടി കടല ഇതുപോലെയുള്ള ഷിഫോണിൽ വരുന്ന എംബ്രോയ്ഡറി വർക്കിലും അതുപോലെ സീക്വൻസ് വർക്കിലും ഇടയ്ക്കിടയ്ക്ക് സീക്വൻസ് വർക്ക് വരുന്ന ഈ ഒരു ക്ലോത്താണ് എടുത്തിട്ടുള്ളത്. അതുപോലെ ലൈനിങ്ങിന് ക്രൈപ്പ് ലൈനിങ്ങുമാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഈ ഒരു മെയിൻ ക്ലോത്ത് 3 മീറ്റർ ക്ലോത്താണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ 42 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇത്രയും കുറച്ച് തുണിയിൽ നിന്നും ഒരു ഗൗൺ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് എന്ന് വളരെ വിശദമായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. അപ്പോൾ വീഡിയോ കാണുന്നവരിൽ ബിഗിനേഴ്സ് ഉണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു മെയിൻ ക്ലോത്തിൻ്റെ ചീത്തവശമാണ് ഇതുപോലെ മടക്കി വെച്ചിട്ടുള്ളത്. ഇനി ഇതുപോലെ 2 ഫോൾഡറാക്കി വെച്ചതിന് ശേഷം ആദ്യം നമ്മൾ ഇതിൻ്റെ യോക്ക് പാർട്ടിനുള്ള ലെങ്ത്ത് 4 ഫോൾഡറാക്കി വെച്ചതിന് ശേഷം ലെങ്ത്ത് അടയാളപ്പെടുത്തുക. അപ്പോൾ നമുക്കുള്ള വീതിക്കനുസരിച്ച് ഇതുപോലെ മടക്കി ലെങ്ത്ത് നോക്കുക. അപ്പോൾ ലെങ്ത്ത് അടയാളപ്പെടുത്തിയതിന് ശേഷം ആ ഒരു പാർട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ കട്ട് ചെയ്യുന്ന ഈ ഒരു ടോപ്പ് 14 ഏജിലുള്ള ഒരു കുട്ടിക്കാണ്. അധികം ഹൈറ്റൊന്നും ഇല്ലാത്തൊരു കുട്ടിയാണ്. അപ്പോൾ അതിന് വേണ്ടി യോക്ക് പാർട്ട് ഞാനിവിടെ ലെങ്ത്ത് എടുത്തിരിക്കുന്നത് 13.5. അതിലേക്ക് 1 ഇഞ്ച് ആഡ് ചെയ്ത് 14.5 അടയാളപ്പെടുത്തി ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നു. അപ്പോൾ ഞാനിവിടെ ആദ്യം ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നത് നമുക്ക് ക്ലോത്ത് കുറവായത് കൊണ്ട് വിഡ്ത്ത് കുറവാണല്ലോ. അതുകൊണ്ട് സ്ലീവും യോക്കൊക്കെ ആദ്യം ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷമാണ് സ്കേർട്ട് കട്ട് ചെയ്യുന്നത്. ഇനി അതുപോലെ തന്നെ നമുക്ക് സ്ലീവും നമ്മളെ സ്ലീവിനനുസരിച്ച് സ്ലീവിൻ്റെ ലെങ്ത്തിലേക്ക് 1.5 ഇഞ്ച് ആഡ് ചെയ്ത് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുക. അപ്പോൾ സ്ലീവിനുള്ള പാർട്ട് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. ഇനി അതും മാറ്റി വെക്കുക. ഇനി നമുക്ക് ബാക്കിയുള്ള ക്ലോത്ത് എത്രയാണെന്ന് നോക്കാം. അപ്പോൾ 2 മീറ്റർ ക്ലോത്താണ് ഈ ഒരു ബാലൻസ് വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ എടുത്തത് 3 മീറ്റർ ക്ലോത്താണ് എടുത്തിട്ടുള്ളത്. അതിൽ 1 മീറ്റർ നമ്മൾ യോക്ക് പാർട്ടിനും സ്ലീവിനും വേണ്ടി കട്ട് ചെയ്തു. ഇനി അടുത്തത് 2 മീറ്ററാണ് ഈ ഒരു ക്ലോത്ത്. അത് 2 ഫോൾഡറാക്കി വെച്ചതിന് ശേഷം ഇതുപോലെ ക്രോസ് ആക്കിയിട്ട് മടക്കുക. കണ്ടില്ലേ, ഇതുപോലെ ക്രോസ് ആക്കി മടക്കുക. നമ്മൾ ഇത് അംബ്രല കട്ടിങ്ങിലുള്ള ഗൗണാണ് കട്ട് ചെയ്യുന്നത്. കണ്ടില്ലേ, ഇതുപോലെ 2 ഫോൾഡറാക്കി വെച്ചതിന് ശേഷം വീണ്ടും ഇതുപോലെ ക്രോസ് ആക്കി മടക്കുക. അപ്പോൾ നമുക്ക് 4 ഫോൾഡറായിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് എത്രയാണോ വേസ്റ്റ് വിഡ്ത്ത് വന്നിരിക്കുന്നത് 16. അപ്പോൾ അതിൻ്റെ പകുതി 8 ഇഞ്ച് അടയാളപ്പെടുത്തുക. അതിലേക്ക് 1 ഇഞ്ച് ആഡ് ചെയ്ത് 9 ഇഞ്ച് അടയാളപ്പെടുത്തുക. ഇനി ആ 9 ഇഞ്ചിലേക്ക് മുകളിൽ നിന്നും എത്രയാണെന്ന് നോക്കാം. അപ്പോൾ 11 ഇഞ്ച് നമുക്ക് മുകളിൽ നിന്ന് ഇതുപോലെ ടേപ്പ് പിടിക്കുമ്പോൾ 11 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. അത് ഇതുപോലെ അടയാളപ്പെടുത്തി വരച്ചെടുക്കുക. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവർക്കും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി നമ്മൾ അടയാളപ്പെടുത്തിയ ആ ലൈനിൽ നിന്നും താഴേക്ക് നമ്മുടെ ലെങ്ത്ത് അടയാളപ്പെടുത്തുക. അപ്പോൾ നമ്മുടെ ലെങ്ത്ത് യോക്ക് ഫുൾ ലെങ്ത്ത് 40 നമുക്ക് വേണ്ടത്. അതിൽ നിന്ന് 13.5 കുറച്ച് നമ്മൾ 13.5 കുറച്ചാൽ നമുക്ക് 26.5 കിട്ടുക. അപ്പോൾ അതിലേക്ക് 2.5 ഇഞ്ച് ആഡ് ചെയ്ത് 29 അടയാളപ്പെടുത്തുക. അപ്പോൾ ഇങ്ങനെ 2.5 ഇഞ്ച് ആഡ് ചെയ്യുന്നത് നമുക്ക് മേലെ അറ്റാച്ച് ചെയ്യാനും അതുപോലെ താഴെ മടക്കി സ്റ്റിച്ച് ചെയ്യാനും ഉള്ളത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി അരവണ്ണം കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് 1/2 ഇഞ്ചൊക്കെ കട്ട് ചെയ്ത് മാറ്റാം മുകളിൽ. അപ്പോൾ അതിന് വേണ്ടിയാണ് 2.5 ഇഞ്ചൊക്കെ ആഡ് ചെയ്ത് ഇതുപോലെ അടയാളപ്പെടുത്തി കട്ട് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ വരച്ച ആ ലൈനിലൂടെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അപ്പം ബിഗിനേഴ്സ് ആണെങ്കിൽ വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. അപ്പോൾ ഇതുപോലെ ഇനി 2.5 ഇഞ്ച് അല്ലെങ്കിൽ 3 ഇഞ്ചൊക്കെ എടുക്കുക. എന്നിട്ട് നമ്മളെ യോക്ക് പാർട്ടും സ്കേർട്ടൊക്കെ അറ്റാച്ച് ചെയ്തതിന് ശേഷം ഷോൾഡറിൽ നിന്ന് താഴേക്ക് നമ്മുടെ ലെങ്ത്ത് അടയാളപ്പെടുത്തി ബാക്കി ഇരുന്നത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ലെങ്ത്ത് കുറവായാലും നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ലെങ്ത്ത് കൂടുതലെടുത്താലും പ്രശ്നമില്ല, നമുക്ക് കട്ട് ചെയ്ത് മാറ്റാമല്ലോ. അപ്പോൾ അതിനാണ് ഞാനിവിടെ 2.5 ഇഞ്ച് ആഡ് ചെയ്ത് ഇതുപോലെ കട്ട് ചെയ്തത്. അപ്പോൾ നമ്മുടെ സ്കേർട്ടിനുള്ള മെയിൻ ക്ലോത്ത് നമ്മൾ കട്ട് ചെയ്തു. ഇനി അതിനുള്ള ലൈനിങ് കട്ട് ചെയ്യാം. ക്രൈപ്പ് ലൈനിങ് 2 മീറ്ററാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം യോക്ക് പാർട്ടും സ്ലീവൊക്കെ കട്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് സ്കേർട്ടിനുള്ള പാർട്ട് കട്ട് ചെയ്യാം. അപ്പോൾ 2 മീറ്റർ ക്ലോത്താണ് ഞാനിവിടെ എടുത്തത്. അപ്പോൾ അത്രയ്ക്ക് പിസ്കിയാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോ ഇതിനു മുന്നേ ഞാൻ വിട്ടിട്ടുണ്ട്. അപ്പം ബിഗിനേഴ്സ് ശ്രദ്ധിച്ച് കാണാൻ വേണ്ടി അവർക്ക് വേണ്ടി ഒരു ഉപകാരമായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഇതുപോലെ ഒരു വീഡിയോ വിടാമെന്ന് ഉദ്ദേശിച്ചത്. അപ്പം
നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും സ്റ്റിച്ചിങ് തുടങ്ങുന്നവരുണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മുടെ യോക്കിൻ്റെ ലെങ്ത്ത് 13.5 ആണ്. അതിലേക്ക് 1 ഇഞ്ച് ആഡ് ചെയ്ത് 14.5 അടയാളം. അതുപോലെ ഷോൾഡർ 6.25 അടയാളപ്പെടുത്തുക. ആം ഹോള് 6.5 അടയാളപ്പെടുത്തി ഇതുപോലെ കർവ് ഇറക്കുക. ഇനി ചെസ്റ്റ് നമുക്ക് വേണ്ടത് 9 ഇഞ്ച്, അതിലേക്ക് 1 ഇഞ്ച് ആഡ് ചെയ്ത് അടയാളപ്പെടുത്തുക. അതുപോലെ വേസ്റ്റ് 8, അതിലേക്ക് 1 ഇഞ്ച് ആഡ് ചെയ്ത് ഇതുപോലെ കർവ് വരച്ച് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും ഇഷ്ടപ്പെട്ടാലും കമൻറ്റിൽ അറിയിക്കണേ. അതുപോലെ ഒന്ന് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. യോക്കിനുള്ള ലൈനിങ് കട്ട് ചെയ്തെടുത്തു. ഇനി ഈ ഒരു ലൈനിങ് നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ച ആ ഒരു മെയിൻ ക്ലോത്തിൽ ഇതുപോലെ വെച്ച് അതേ അളവിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ യോക്ക് ഇവിടെ കട്ട് ചെയ്തു. ഇനി സ്ലീവ് കട്ട് ചെയ്യാം. അപ്പോൾ ഇതുപോലെ 4 ഫോൾഡറാക്കി വെച്ച് സ്ലീവ് നമ്മൾ ഇറക്കം കുറച്ചിട്ടാണ് ലൈനിങ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഫുൾ ലെങ്ത്ത് നമുക്ക് 15 വേണ്ടത്. അതിലേക്ക് 1.5 ഇഞ്ച് ആഡ് ചെയ്ത് മെയിൻ ക്ലോത്തിൽ നമുക്ക് കട്ട് ചെയ്യാം. അപ്പം ഒരു 12-13 ഇഞ്ച് ലെങ്ത്തിലാണ് ഞാനിവിടെ സ്ലീവ് കട്ട് ചെയ്യുന്നത്, ലൈനിങ് കേട്ടോ. അപ്പോൾ നമ്മൾ ലൈനിങ് ഇതുപോലെ ഇറക്കം കുറച്ച് കട്ട് ചെയ്യുന്നത് നമുക്കിനി സ്കേർട്ടിന് വേണ്ടി ലൈനിങ് ബാക്കി വേണമല്ലോ, അതിനാട്ടോ. അപ്പോൾ 2 മീറ്റർ ക്ലോത്തല്ല നമ്മൾ ലൈനിങ് എടുത്തത്. അപ്പം ഈ ഒരു കട്ടിങ്ങിൽ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് തുണി കൊണ്ട് നമുക്ക് ബാലൻസ് ആക്കി ഇതുപോലെ കട്ട് ചെയ്യാം. നമ്മൾ കട്ട് ചെയ്യുന്നത് ഒരു 1/2 ഇഞ്ച് പോലും ബാലൻസ് ആക്കാതെയാണ് ഈ കട്ടിങ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ കട്ടിങ് 1/2 ഇഞ്ച് പോലും നമ്മൾ വേസ്റ്റാക്കി കളയാതെയാണ് ഈ ക്ലോത്ത് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സ്ലീവ് നമ്മൾ ഇറക്കം കുറച്ചിട്ടാണ് ലൈനിങ് കട്ട് ചെയ്തത്, കണ്ടല്ലോ. ഇനി മെയിൻ ക്ലോത്തിൽ ഇതുപോലെ വെച്ച്, അപ്പോൾ മെയിൻ ക്ലോത്ത് നമുക്ക് എത്രയാണ് ഇറക്കുക അത് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ഈ ലൈനിങ് വെച്ച് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഇനി അടുത്തതായി സ്കേർട്ടിനുള്ള ലൈനിങ് കട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ മെയിൻ ക്ലോത്ത് നമ്മൾ ആദ്യമേ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ കട്ട് ചെയ്തത് മെയിൻ ക്ലോത്ത് 29 ഇഞ്ചാണ് ലെങ്ത്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്നും 2 ഇഞ്ച് 2.5 ഇഞ്ച് കുറച്ച് വേണം ലൈനിങ്ങിൻ്റെ ലെങ്ത്ത് അടയാളപ്പെടുത്താൻ. അപ്പോൾ നമ്മൾ ഇവിടെ 27 ഇഞ്ച് ലെങ്ത്തിലാണ് ഈ ഒരു ലൈനിങ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ മെയിൻ ക്ലോത്ത് ഇതിന് മുകളിൽ വെച്ച് അരവണ്ണം അതേ അളവിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ലെങ്ത്ത് അതിൽ നിന്നും 2.5 ഇഞ്ച് കുറച്ചിട്ട് കട്ട് ചെയ്യാം. അരവണ്ണം മാർക്ക് ചെയ്തതിന് ശേഷം മെയിൻ ക്ലോത്ത് മാറ്റി ഇതുപോലെ അടയാളപ്പെടുത്തി കട്ട് ചെയ്യാം. അപ്പം ഈ ഒരു മേലത്തെ 2 ഫോൾഡിങ് നമുക്ക് ആ ഒരു ലെങ്ത്തിൽ കിട്ടിയിട്ടില്ല. അപ്പം നമുക്ക് ബാക്കി വന്ന ബാലൻസ് ഈ ഒരു ഭാഗത്ത് കയറ്റി വെച്ച് നമുക്ക് അതേ അളവിൽ കട്ട് ചെയ്തെടുക്കുക. അതുപോലെ ഇതുപോലെ ആ ഒരു എഡ്ജിലേക്ക് ഈ ഒരു എഡ്ജ് കയറ്റി വെച്ച് അതേ അളവിൽ കട്ട് ചെയ്തെടുക്കുക. കണ്ടല്ലോ, ഈ ഒരു എഡ്ജിങ് തൊട്ട് നോക്കിയാൽ അറിയാം നമുക്ക് അടിയത്തെ ഒരു ലെയർ എവിടെയാണെന്ന്. അപ്പോൾ അതുപോലെ അടയാളപ്പെടുത്തി ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. അപ്പോൾ നമ്മുടെ അരവണ്ണവും കട്ട് ചെയ്ത നമ്മുടെ ലൈനിങ് സ്കേർട്ട് കട്ടിങ് കഴിഞ്ഞു. അപ്പോൾ മെയിൻ ക്ലോത്തും ലൈനിങ്ങൊക്കെ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് സ്റ്റിച്ചിങ് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം കട്ടിങ് വീഡിയോ എല്ലാവർക്കും നല്ല രീതിയിൽ മനസ്സിലായോ? നമ്മുടെ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.